തലേ വെയിലടിക്കുന്നിടം വരെ കിടന്നുറങ്ങും. എണീറ്റാലോ സിനിമ അവിടുത്തോന്നും പറഞ്ഞങ്ങ് ഇറങ്ങിക്കോളും. ബികോം കഴിഞ്ഞൊരു 100 തവണ ഞാൻ അവനോട് പറഞ്ഞതാ ജോലിക്ക് പോവാന്. എവിടെ കേൾക്കാൻ. ഞാനിവിടെ കിടന്ന് വായിട്ട് അലച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടു നിൽക്കാനായിട്ട് അപ്പനൊരാളുണ്ടല്ലോ. പതിവ് സ്ഥലത്ത് തന്നെ ഉണ്ടല്ലോ. ഇന്നെ പരിപാടിയൊന്നും ഇല്ലേ? ഇന്ന് ഷൂട്ടിംഗ് തുടങ്ങണം. ഓ, ഷോർട്ട് ഫിലിം. എന്തായി? എല്ലാം ഓക്കെ ആയോ? പിന്നെ എല്ലാം സെറ്റായിട്ട്. പിന്നെ നീ അമ്മ പറഞ്ഞൊന്നും കണക്കാക്കണ്ട. എല്ലാം നന്നായി വരട്ടെ. ഒന്നുമില്ല. അപ്പൊ ഇതാണ് അവന്റെ സെൽഫി. എടി നീ വരുന്നുണ്ടോ? ഒന്നിറങ്ങി വരാവോ? വരുവാടാ. ഇത്ര ധൃതിക്ക് പോയിട്ട് എന്താ കാര്യം? അവിടെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഒരു ഷോർട്ട് ഫിലിം എടുക്കാനല്ലേ, വേറെ ഒന്നുമല്ലോ. രാവിലെ എണീറ്റ് നിന്നെ കൊണ്ടുവരാനൊന്നും അല്ല, കൂട്ടുകാരികളൊക്കെ വന്ന് കാണാലോ. എന്താ? ഓ, ഒന്നുമില്ല. ഞാൻ മടുത്തറ. എല്ലാവർക്കും ഒരു ബാധ്യതയായിട്ട് കുറെ കാലം ഇനി ഇവിടെ പറ്റത്തില്ല. എങ്ങോട്ടേലും പോണം. തിരിച്ചു വരുമ്പോ ആരെയൊക്കെ ആവണം. പോട്ടേടാ. എടാ മനസ്സിലായില്ലടാ. ഇതേ മനസ്സിലായില്ലേ? ഇതിങ്ങനെയാണ് ചെയ്യാൻ. അല്ല ക്യാമറ നോക്കി കോപ്പറാൻ കണ്ടിട്ട് കാര്യമൊന്നുമില്ല. നീ ഒന്നുകൂടെ വായിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. ഇതേലും ഒന്ന് ശരിയാക്കാൻ എൻ്റെ പൊന്നാളിയാ. എവിടെ നിന്ന് കിട്ടിയടാ ഈ വാദത്തൊക്കെ? ഒരു ഡയലോഗ് പോലും അറിയത്തില്ല. നീ എന്തിനാ എന്റെ തലയിലോട്ട് കയറുന്നത്? രാജേഷല്ലേ ഉണ്ട് രണ്ടാമത്തെ. എന്നിട്ട് അവനെന്തി? അവനാണ്ടെ അവിടെ അപ്പൂൻ്റെ ഫോണിൽ എനിക്കറിയില്ല എന്നാ. ഓക്കെ ഓക്കെ, നീ എന്തിനാ സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്? എടാ രാജേഷേ. രാജേഷേ വരുവാടാ. നിന്റെ വാക്കേടല്ലേ അവനെ നായനാക്ക്. ഇതേപ്പോ കണ്ടില്ലേ? അതൊക്കെ നീ മനസ്സിരുത്തിയെങ്കിൽ ചെയ്താൽ മതി, എല്ലാം ശരിയാവുന്നു. ഹെൽപ്പ് ചെയ്യാൻ ഇത് പുതിയൊരുത്തരെ കൊണ്ടുവന്നു. ദാണ്ട് അവിടെ ഇരിക്കുന്നു. അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇമാർക്കൊക്കെ ഒരു ലൈക്ക് ചെയ്താ എന്താ? നീ എന്നെ ഈ കാണിക്കുന്നത് ഇതൊക്കെ വല്ലതും അറിഞ്ഞിട്ടാണോ? ഇങ്ങോട്ട് തീക്ക ഇങ്ങോട്ട് തീക്ക ഇങ്ങോട്ട് തീക്ക, ഇതൊക്കെ തന്നെ സിമ്പിള്, എല്ലാരും ചെയ്യണത്. എന്റെ വലിയ ആവശ്യമുണ്ടെ വിളിച്ചാൽ മതി കേട്ടാ. ഫോട്ടോ അപ്ലോഡ് ചെയ്തോടാ. കിട്ടിയിടാ, ലൈക്ക് കിട്ടിയിടാ ഒരെണ്ണം. ഓക്കെ ഗൈസ്, നമുക്ക് തുടങ്ങാം. ഓക്കെ അല്ലേ? പിന്നെ ഓക്കെ അല്ലേ ആശിഷ്? ഒറ്റയ്ക്ക് പോവാം. ഓക്കെ തുടങ്ങാം. ഞാനെപ്പോഴേ റെഡിയാ. ഞാൻ മടുത്തടാ. ഞാനിനി എങ്ങോട്ടെങ്കിലും പോവാ. ഞാൻ മടുത്തു. ഇനി ഞാൻ തിരിച്ചു വരുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടേ വരൂ. ഓ, പറ്റിയാലും ഇട്ടിട്ട് പോടാവേ. നിങ്ങളൊക്കെ 100 തവണ പറഞ്ഞല്ലേ മെയിനുള്ള കാര്യങ്ങളാ നോക്കി ചെയ്യണമെന്ന്. പിള്ളേ കളിക്കാനാണ് ഈ പരിപാടിക്ക് എന്തിനാ വന്നത്? ഇവരെയാണ് ഇവിടെ വെച്ച് ഞാനില്ല. വായിക്കാം. തന്നെ കയറ്റിക്കോ. അതൊള്ളിക്കൊണ്ട് വേണമെങ്കിൽ വേടാ. എടി നീ ഒന്ന് പറയുന്നത് കേൾക്ക്. ഞാനിതിൽ ഷൂട്ടിങ്ങിന്റെ തിരക്കൊക്കെ ആയിട്ട്. എന്നാ നിന്റെ സീട്ട് ഈ പണിയെടുക്കുന്ന കാശ് വേണം. സീറ്റ് വലിച്ചു തീർക്കല്ലോ കേട്ടോ. എല്ലാരും മോനെ ചുമ്മാ ഒന്നും അല്ലോ, നല്ലോണം ഇരുന്നിട്ട് തന്നെയല്ലേ. ഇവന് തന്നെ പറ്റി. അവന് ഷോർട്ട് ഫിലിമിന്റെ പ്രശ്നം. ഞാൻ ഇപ്പൊ ശരിയാക്കി. എന്നാ നീ പോയി ശരിയാക്കി കിട്ടുവാ. എടാ നിനക്ക് തന്നെ പറ്റി. നിനക്കറിയാൻ മേലടാ, ഇതെന്റെ എത്ര കാലത്തെ ആഗ്രഹമാണ്. അടുത്തറ ഒരു ഡയലോഗ് പോലും മര്യാദയ്ക്ക് പറയാൻ പറ്റുമല്ലാത്തിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാടാ? എങ്ങനെ തീർക്കാനാടാ? എടാ എല്ലാം പോകണം. ഷൂട്ടിംഗ് വരെ എത്തിയില്ലേ? ഇന്നൊരുത്തം വന്നത് വാളിപ്പോയി. നമുക്ക് അടുത്തവനെ വെച്ച് ചെയ്യാലോ. എന്നാലും ഈ വിഷം മറക്കാൻ നിനക്ക് പറ്റുമോ? വിഷമൊക്കെ ഓക്കെ, പക്ഷെ നമുക്ക് അടുത്തവനെ വെച്ച് ചെയ്യാലോ. നമ്മളിങ്ങനെ തോറ്റു കൊടുക്കാൻ പോയി അതിലല്ലേ സമയം കാണുള്ളൂ. ഇതിന്റെ ഒരു സ്വപ്നമാണ്, നിനക്കറിയാലോ. നമ്മുടെ എല്ലാവരുടെയും വലിയൊരു സ്വപ്നം. എടാ 190 പേർക്ക് സിനിമ കയറണമെന്ന് ആഗ്രഹമുണ്ട്. 10 പേര് അതിനുവേണ്ടി മെനക്കെട്ടിരുന്നു. അതിലൊരാളാണ് നീ. നിന്റെ സ്വപ്നം അത് സഫലമാകുന്നതിനും വരെ ഞാൻ എന്തായാലും നിന്റെ കൂടെ ഉണ്ടാവും. അതിനുവേണ്ടി മാത്രം. പക്ഷേ ഞാൻ മടുത്തറ പോയേക്കും. ചേടാ ഇവ
എന്താടോ ഡയറക്ടർ സാറിനൊരു മൂഡ് ഔട്ട്? ഒന്ന് പോപ്പ രാവിലെ തന്നെ. എടാ ഫസ്റ്റ് ടൈം അല്ലേ, അതൊക്കെ ഉണ്ടാവും. അടുത്ത പ്രാവശ്യം ആകുമ്പോൾ അതൊക്കെ ഭംഗിയായി തീർന്നോളൂ. എൻ്റെ അപ്പ അവന്മാരെ വെച്ചോണ്ടൊക്കെ പാടാപ്പ, അലമ്പ്. എടാ തോറ്റു കൊടുക്കാൻ ഒരു സെക്കൻഡ് മതി, പക്ഷെ ജയിക്കണമെങ്കിൽ അതിന് കുറച്ച് സമയമെടുത്തു. നീ കടിഞ്ഞായെ കുറിച്ചൊന്ന് മൂടാക്കി ഇവൻ്റെ ഒരു കാര്യങ്ങൾ. പപ്പ, എന്താടാ? ഞാനിങ്ങനെയൊക്കെ നടന്നിട്ടും പപ്പയ്ക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നിട്ടില്ല. അരുണേ, എന്നാ എടാ അരുണേ, നീ അവളെ ഒന്ന് കോളേജിൽ കൊണ്ടുവിട്ടേ. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഒരു ഉപകാരം ഇല്ലാതെ അങ്ങോട്ട് ഇരുന്നോളും. ഓ, ഡിഗ്രി തുടങ്ങി. കഴിഞ്ഞപ്പോൾ ഒരു 100 പ്രാവശ്യം ഞാൻ അവനോട് പറഞ്ഞു എവിടെയെങ്കിലും വരെ ജോലിക്കും പോടാന്ന്. അപ്പൊ അവന് സിനിമ സിനിമ സിനിമ. എന്റെ പോന്നെ കൊണ്ട വിട്ടേക്കാം. ഹലോ, എന്നാടാ സെറ്റായോ? ആൾ സെറ്റായോ? സത്യം നീ വേഗം ഇറങ്ങി, എനിക്ക് വേറെ സ്ഥലം വരെ പോകണ്ട്. വേഗം ഇറങ്ങി, നീ എങ്ങനെയും പോ. ഞാനെങ്ങനെ ഒറ്റയ്ക്ക് അത് പോകും? നീ എല്ലാം ചെയ്യും. എടാ നീ ഇതൊക്കെയാണോടാ? ഈ ഷോട്ട് നമുക്ക് അവനും കൂടെ വന്നിട്ട് ചോദിച്ചിട്ട് എങ്ങനെയല്ലോ കേട്ടാ, അല്ലേലേ? ഹാ, ആളെത്തിപ്പോയല്ലോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എവിടെ ആർന്നരാ? എവിടെയാണ് ആളെ കിട്ടിയെന്ന് പറഞ്ഞിട്ട്? അതൊക്കെയുണ്ട് മച്ചാനെ, നീങ്ങ വാ. ആരായാലും കൊള്ളാം, കഴിഞ്ഞ വർഷത്തെ പോലെ ആയേക്കരുത്. എന്തായാലും അങ്ങനെ ആകില്ല. ബിക്കോസ് ഇത് ചെയ്യുന്ന നീ തന്നെയാ. ഞാനോ? ഞാൻ ചെയ്യാൻ ശരിയാത്തൊന്നുമില്ല. അതൊന്നും പറയണ്ട, നീ തന്നെ ചെയ്യും. ഒരിക്കലും മറക്കില്ലേ നിന്റെ കോൾസ്, മെസ്സേജസ്. ഒരു പക്ഷേ നീ മറക്കുമായിരിക്കും, ബട്ട് എനിക്കാവില്ല. ഓക്കെ അല്ലടാ? ഓക്കെ, പൊളിച്ചടാ. കൊള്ളടാ, സൂപ്പർ. ഹലോ, എന്നാടാ? ഓ കോപ്പ്. നീ ഇതെവിടെ ആയിരുന്നു? ആടാ അവൻ എത്തിയടാ. ഓക്കെടാ. എന്തിനാടാ വന്നത്? ആരെ കാണാനാടാ വന്നത്? സ്വന്തം പെങ്ങളെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത നിന്നെ ഇവിടെ കണ്ടുപോകരുത്. ഇറങ്ങടാ വെളിയിലോ. ഞാൻ എഴുതിയ എൻ്റെ സിനിമയിലെ ഡയലോഗ് പോലെ തിരിച്ചു മടങ്ങണം എന്ന പൂർണ്ണ ഉറപ്പോടെയുള്ള യാത്ര. ഇൻഫാക്ട് തിരികെ മടങ്ങാൻ വേണ്ടി മാത്രം വരുന്ന യാത്ര. സിനിമ എനിക്ക് ആഗ്രഹം മാത്രമായിരുന്നില്ല, എൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും ഓടി ഒളിക്കുവാനുള്ള ഒരു താവളം കൂടിയായിരുന്നു.
എപ്പോഴും നമ്മളെല്ലാം ഒറ്റയ്ക്കാകും. ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കാകണം, സ്വയം തിരിച്ചറിയാൻ. ഇനി നിന്റെ സിനിമയുടെ കഥ തേടി നീ അലയണ്ട. നിനക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ? ശരീരത്തേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സലഞ്ഞ നാളുകൾക്ക് അവസാനം സ്വപ്നങ്ങളും ജീവിതവും ഒന്നാകുന്ന ദിവസം. ആൻഡ് ഫൈനലി ദാറ്റ് ഡേ. തിരിച്ചു വന്നല്ലേ കോട്ടക്കാലം. താമസിച്ചാലും നീ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അമ്മേ, അമ്മേ, എവിടെയായിരുന്നടാ തെണ്ടി അമ്മേ, അത് നീ? ഞാൻ- എവിടെയായിരുന്നടാ അത് നീ? തല- എവിടെയായിരുന്നടാ ഇത്രയും കാലം? അമ്മേ അടിക്കല്ലേ അമ്മേ, സിനിമ സിനിമ അമ്മേ അടിക്കല്ലേ. മറ്റേ അമ്മയുടെ ഒരു സിനിമ. എന്റെ പൊന്നിനാൾ ഇത് ക്ലൈമാക്സാ. സിനിമ ഒന്നും കാണാറില്ലേ? ക്ലൈമാക്സിലേക്ക് ഇങ്ങനെയാ. മനുഷ്യന് ഇത്രയും കാലം ഇവിടെ തീ തിന്നുമായിരുന്നു. വേറെ തിന്നായില്ല. ഈ ഒരെണ്ണം വെച്ച് എന്റെ വന്നോണ്ടല്ലോ. പൊന്നിനാൾ നിങ്ങൾ തല്ലുന്ന ഒരു ഫേമസ് ഡയറക്ടർ, അതറിയോ? പണ്ടത്തെ പോലെയല്ല എന്റെ ആരാധന ചോദിക്കും. 4 വർഷം കഴിഞ്ഞപ്പോ അവൻ കയറി വന്നേക്കുവാ. എന്റെ വിഷമം വല്ലോ അവനെ അറിയണമായിരുന്നു. ഈ കിട്ടി. ആ പെങ്ങളെ, നിനക്കവിടെ കുളി നനയുന്നു. ഒന്ന് പോയി കുളിക്കടാ. അവന്റെ ഒരു കഥ. ഷർട്ടും താടി നീയും പൊളിയാണെന്ന്. ഇമോഷണൽ ക്ലൈമാക്സ് കോമഡി ആക്കി കാണാം. നിന്റെ പടവും റിലീസാണല്ലേ? ആ റിലീസായി. എങ്ങനെയാ പടം ഓടുവോ? ആ ഓടുവായിരിക്കും. ആ ഓടിയാ കൊള്ളാം, അല്ലെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് ഓടേണ്ടി വരും. സാറേ സാറേ വീടെത്തി. അരുണേ, ആ ആ ഇത് നിന്റെ സിനിമ ഇന്ന് റിലീസാല്ലേ? നിനക്കെല്ലാവരും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നീ തിരിച്ചു വന്നു. അവർക്കും ഉണ്ടായിരുന്നു നിന്നെ കാണണമെന്ന് ആഗ്രഹം. മരിക്കുന്നിടം വരെ 3 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റ് എല്ലാവരും നിന്നെ ഞങ്ങൾ അറിയിക്കാൻ ശ്രമിച്ചതാ. സെൽഫി സ്വയം പകർത്തുന്ന ഒരു സെൽഫി പോലെയാണ് നമ്മുടെ തീരുമാനം. ആർക്കും അഭിപ്രായങ്ങൾ പറയാമെങ്കിൽ സെൽഫി അത് നമ്മൾ തന്നെ എടുക്കണം. ജസ്റ്റ് ലൈക്ക് അവർ ഡിസിഷൻസ്. സോ ദിസ് ഈസ് മൈ സെൽഫി. എന്നാലും നിനക്ക് ഞങ്ങളെ കൊല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നോടാ? കൊല്ലാനോ? എന്തിനാടി എന്തിനാടി ഞാൻ തിരക്കഥ എടുത്ത്? പിന്നെ നിന്റെ ഒരു തിരക്കഥ. ഇതെല്ലാം നമ്മുടെ ജീവിതം. പേര് പോലും എല്ലാവരുടെയും ഒരുപോലെ. നിനക്ക് ഷോർട്ട് ഫിലിം ചെയ്യാൻ ഞങ്ങളെ എഴുതി കൊല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്റെ ഷോർട്ട് ഫിലിം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇതാ കിടക്കണം നിന്റെ സെൽഫി.